ഇനി നമ്മൾ പഠിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. HCl സ്ട്രോങ് ആണ്, സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആണ്, അസറ്റിക് ആസിഡ് വീക്ക് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ബേസ് നോക്കുകയാണെങ്കിൽ NaOH, KOH ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് മോസ്റ്റ് ഓഫ് ദി കേസും ആൽക്കലി മെറ്റൽസിന്റെ ഹൈഡ്രോക്സൈഡുകളെല്ലാം സ്ട്രോങ് ആണ്. ദെൻ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ ഹൈഡ്രോക്സൈഡ് സ്ട്രെങ്ത് കുറയും, വീക്ക് ആയിട്ട് വരും. നമ്മൾ എങ്ങനെയാണ് ഒരു ആസിഡിന് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയുന്നത്? അതിന്റെ നമ്മളുടെ അയണൈസേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അയണൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആസിഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ HCl എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് റെഡിലി അണ്ടർഗോസ് അയണൈസേഷൻ. HCl പെട്ടെന്ന് അയണൈസ് ചെയ്ത് ആരെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? H+നെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ NaOH കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ്? പെട്ടെന്ന് അയണൈസ് ചെയ്ത് Na+OH- ആയിട്ട് നിൽക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ OH- ഫോർണിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ H+നെ ഫോർണിഷ് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് H+നെയും OH- അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതാണ് എന്ത്? ഒരു സ്ട്രോങ് ആസിഡ് ആണ് പെട്ടെന്ന് നമുക്ക് H+നെ തരുന്നത്. ഇനി സർട്ടൺ ആസിഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അസറ്റിക് ആസിഡ് CH3COOH. ഇതിനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വിലിബ്രിയം ആണ് വരുന്നത്. കാരണം എന്താണ്? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അയോൺസ് ആവുകയുള്ളൂ. അതായത് അയണൈസേഷൻ വളരെ വളരെ പുവർ ആണ്. അതായത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ നമുക്ക് അയണൈസ് ചെയ്യുള്ളൂ. അപ്പൊ കുറച്ച് H+നെ മാത്രമേ കിട്ടൂ. അപ്പോൾ ഒരു അയണൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡ് അല്ലെങ്കിൽ ബേസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അയണൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ആക്ച്വലി ഇത് എന്താണ് സ്ട്രെങ്ത്, ആസിഡിക് സ്ട്രെങ്ത് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് വാട്ടറിന്റെ അയണൈസേഷൻ പറയാമേ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H2O. ഓക്കെ, അപ്പൊ നമ്മൾ 2 മോളിക്യൂൾസ് H2O എടുക്കുന്നു. വാട്ടർ ഒരു വളരെ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം വാട്ടർ എന്താണ്? ആംഫോട്ടറിക് ആണ്, കാരണം ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ വാട്ടർ പക്ഷെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അയോൺ ആണ്. നമുക്ക് ഇതിനെ അയണൈസ് ചെയ്യുന്നത് H3O+ ഹൈഡ്രോണിയം അയോൺ ആയിട്ടും OH- ആയിട്ടാണ് അയണൈസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇക്വിലിബ്രിയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പം ഇത് കുറച്ച് ആൾക്കാർ മാത്രമേ അയോൺസ് ആവുകയുള്ളൂ. അതേസമയം തന്നെ വീക്ക് ആയതുകൊണ്ട് ഇവർ തിരിച്ച് കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾസ് ഫോം ചെയ്യാൻ ടെൻഡൻസി കാണും. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന അതേപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? അവിടെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം സ്പീഡിൽ നടക്കുമ്പോഴാണ് നമുക്ക് ആ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് വാട്ടർ ഒരു വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുവാണ്. നമുക്കത് പഠിക്കാനില്ല. നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ ഇതിൽ പ്രോഡക്റ്റ് ആയിട്ട് ഫോർവേഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുവാണേ. അപ്പൊ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്നത് ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പൊ ആരൊക്കെയാണ് പ്രോഡക്ട്സുകൾ? H3O+ഉം OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ്. ഇവിടെ നമുക്ക് 2 മോൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ പവർ ആയിട്ട് എഴുതുന്നത്. അപ്പൊ ജസ്റ്റ് ഈ ഇക്വേഷൻ പഠിക്കണ്ട. ഞാൻ ഈ എന്തിനാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന H2O ഞാനങ്ങ് ഈ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. കാരണം H2O ഇവിടെ എന്താണ്? ലിക്വിഡ് ഫോമിലാണ്. നമുക്കിപ്പോൾ ഒരു ലിക്വിഡോ സോളിഡോ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റ് 1 ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഓൾറെഡി നമുക്കൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു അനദർ കോൺസ്റ്റന്റും കൂടി വരും. അതായത് ഈ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ആണ് KW. ഇറ്റ് ഈസ് നോൺ ആസ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ അയോണിക് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എങ്ങനെ എഴുതാൻ? ഇക്വേഷൻ എങ്ങനെ വരും? H3O+ OH-. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് ആണ്. എങ്ങനെയാണ്? H3O+ന് പകരം H+ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഒരു മോളിക്യൂൾ വാട്ടറെ ഉള്ളെങ്കിൽ എന്താണ് H+ OH- ആയിട്ട് എന്താണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ H3O+ന് ഹൈഡ്രോണിയം അയോണിന് പകരം നമുക്ക് പ്രോട്ടോണും എടുക്കാം. അപ്പോൾ KW ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേം. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: വാട്ട് ഈസ് ദി അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിന്റെ ഇക്വേഷൻ എന്താണ്? KW is equal to concentration of H3O+ into concentration of OH-. ഇതിന് നമുക്കൊരു വാല്യൂ ഉണ്ട്. അതായത് ഒരു പ്യുവർ വാട്ടറിൽ നമ്മൾ പറയാം, പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ pH എന്താണ്? ന്യൂട്രൽ ആണെന്ന് നമ്മൾ പറയും അല്ലെ. അതായത്
ഒരു പ്യുവർ വാട്ടറിനകത്ത് നമ്മുടെ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. പ്യുവർ വാട്ടർ ആണ്. പ്യുവർ വാട്ടർ എടുക്കുമ്പോൾ അതിനകത്ത് H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10⁻⁻7 മോൾ പെർ ലിറ്റർ. ഇത് പഠിച്ചോണേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ന്യൂട്രൽ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. അതിലെ H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? ദറ്റ് ഇസ് 10⁻⁻7 മോൾ പെർ ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് KW കണ്ടുപിടിക്കാലോ. KW is equal to concentration of H+ into concentration of OH- അല്ലേ? ദറ്റ് ഈസ് 10⁻⁻7 into 10⁻⁻7 എത്ര കിട്ടും? 10⁻⁻14 മോൾ സ്ക്വയർ ലിറ്റർ പെർ ലിറ്റർ, അല്ലെങ്കിൽ ലിറ്റർ⁻². ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ dm³ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾ സ്ക്വയർ dm⁻⁻6 എന്നും വരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ അയോണിക് പ്രോഡക്റ്റ്. ഈ വാല്യൂ പഠിച്ചോണേ. 40 10⁻⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ ആണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ KWന്റെ വാല്യൂ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു വാട്ടർ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന അതായത് നമ്മൾ എടുക്കുന്ന ആസിഡ് ബേസുകളൊക്കെ നമ്മൾ എവിടെയാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്? വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു H+ അയോണിന്റെയും OH- അയോണിന്റെയും ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു KW ആയിട്ടുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന H+ അയോണിന്റെ കോൺസെൻട്രേഷനും OH- അയോണിന്റെ കോൺസെൻട്രേഷനും വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആസിഡിക്, ദെൻ ന്യൂട്രൽ ആൻഡ് ബേസിക് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ ഒരു പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിനകത്തെ H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരം സൊല്യൂഷൻ ആണ്? ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ വെൻ the concentration of hydronium ion becomes equal to the concentration of hydroxyl ion, the solution is neutral. ഇനിയോ, ഇനി H+ന്റെ കോൺസെൻട്രേഷൻ OH- കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? H+ അല്ലേ കൂടുതൽ, ഇറ്റ് ഈസ് അസിഡിക് സൊല്യൂഷൻ. ഓക്കെ, ഇനി അതല്ല H+ന്റെ കോൺസെൻട്രേഷൻ OH- കോൺസെൻട്രേഷനേക്കാൾ കുറവാണെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് കൂടുതൽ ആരായിരിക്കും? OH- ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ അത് അസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ അതോ ന്യൂട്രൽ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കോൺസെൻട്രേഷൻ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ ഈ ആസിഡിന്റെയും ബേസുകളുടെയും സ്ട്രെങ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറും ദെൻ ആസിഡ് എന്താണ്, ബേസിക് സൊല്യൂഷൻ എന്താണ്, ന്യൂട്രൽ സൊല്യൂഷൻ എന്താണ്? ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. അതിനുശേഷം നമുക്ക് pH വരാമേ. ഓക്കെ, അതായത് pH പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണത്. കാൽക്കുലേറ്റ് ദി ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ ഇൻ 0.01 മോളാർ HCl. അപ്പൊ ഹൈഡ്രോണിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H3O+ ആണ്. ദെൻ ഹൈഡ്രോക്സിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് OH- ആണ്. നമുക്കറിയാം HCl വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? H3O+ Cl-. ഓക്കെ, H+Cl- H3O++ Cl- വരും. അതായത് HCl നമുക്ക് എന്തിനെയാണ് കിട്ടുന്നത്? അതായത് നമ്മൾ എടുക്കുന്ന ആസിഡ് ആണെങ്കിൽ അവരിൽ നമുക്ക് ഒന്നെങ്കിൽ H+ അയോൺസിനെ അല്ലെങ്കിൽ H3O+ അയോൺസിനെ. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾക്ക് H3O+ എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ H+ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരെയും സെയിം കൺസെപ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H+നെ കണ്ടുപിടിക്കണം, OH- കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്ന ആരെ മാത്രമാണ്? ആസിഡിനെ മാത്രമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു ആസിഡ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ OH- കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ഈ ഒരു പ്രോബ്ലം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? ഇറ്റ് ഈസ് 0.01 മോളാർ HCl. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാല്? മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിഫൈൻ ചെയ്യുന്ന എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന HClന്റെ
കോൺസെൻട്രേഷൻ ആണ് അല്ലെ. ഇപ്പൊ മൊളാരിറ്റി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ബേസിക് കൺസെപ്റ്റിൽ മൊളാരിറ്റി നോർമാലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു മോൾ കൺസെപ്റ്റിനകത്ത്. അപ്പം മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി എന്നൊക്കെ നമുക്ക് തരുവാണെങ്കിൽ അത് എന്തിനെ മീൻ ചെയ്യുന്നു? ഇറ്റ് റെപ്രസെന്റ്സ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺ. നമുക്ക് തന്നിരിക്കുന്നത് ആരാണോ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് മൊളാരിറ്റി, മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ HClന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.01 മോളാർ. ഇതിനെ ഞാൻ 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിപ്പോ 0.01 എനിക്ക് ഇങ്ങനെ എഴുതാമോ? 10⁻² എന്ന് എഴുതാമോ? 10⁻² മോളാർ എന്ന് എഴുതാമല്ലോ. അതായത് എന്റെ കയ്യിലിരിക്കുന്ന HClല് കോൺസെൻട്രേഷൻ എത്രയാണ്? 10⁻² മോളാർ. അതായത് നമുക്കറിയാം HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കണോന്ന് അറിയില്ല. 1 മോൾ HCl നമുക്കുണ്ടെങ്കിൽ 1 മോൾ H+ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 10⁻² മോളാർ HCl ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ H+ന്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയായിരിക്കും? അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയായിരിക്കും? 10⁻² ആയിരിക്കും. അത്രയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? H+ന്റെ കോൺസെൻട്രേഷൻ. ഇനി അതല്ല എനിക്ക് ഇവിടെ NaOH തന്നിരുന്നെങ്കിലോ? അത് 0.01 മോളാർ NaOH ആണെങ്കിൽ NaOH എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? OH-നെ. അപ്പോൾ NaOHലെ OHന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എത്ര എഴുതാം? 10⁻² മോളാർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കോണം. നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പാർട്ട് കിട്ടി, H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. ഇനി ആരെയാണ് കണ്ടുപിടിക്കുന്നത്? OH- കോൺസെൻട്രേഷൻ. അതിനാണ് നമ്മൾ ഈ റിലേഷൻ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് KW. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്തായിരുന്നു? H+ അല്ലെങ്കിൽ H3O+ OH- is equal to 10⁻14 എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോൺസെൻട്രേഷൻ ഓഫ് OH- കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 10⁻14 മോൾ സ്ക്വയർ ലിറ്റർ⁻² ഡിവൈഡഡ് ബൈ H+ന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 10⁻² മോൾ പെർ ലിറ്റർ. മൊളാരിറ്റി ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ. അപ്പൊ ഇവിടുത്തെ മോൾ പെർ ലിറ്ററും യൂണിറ്റിലെ ഓരോ മോൾ പെർ ലിറ്ററും വെട്ടിപ്പോവും. ദെൻ 10⁻14 താഴത്തെ 10⁻² വെട്ടി ഇവിടെ എത്രയാവും? 10⁻12. അപ്പൊ OH- കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി എത്രയാണ്? ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ is equal to 10⁻12 മോൾ പെർ ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് കോൺസെൻട്രേഷൻ തന്നു കഴിഞ്ഞാല് അതിൽ നിന്നും ഇപ്പൊ ആസിഡിന്റെ കോൺസെൻട്രേഷൻ തന്നാല് നമുക്ക് ആ സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, OH- കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? നമ്മൾ അയോണിക് പ്രോഡക്റ്റിന്റെ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നമ്മൾ pH കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ ഈ പ്രോബ്ലം? അപ്പൊ നമ്മൾ ഈ കോൺസെൻട്രേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മളിപ്പോ പ്രോബ്ലം ഒക്കെ ചെയ്തു അല്ലെ, അയോണിക് പ്രോഡക്റ്റ് ഒക്കെ ചെയ്തു. അതിന്റെ കുറച്ചും കൂടി ഒരു മോഡിഫൈഡ് വേർഷൻ നമുക്ക് പറയാം pH സ്കെയിൽ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ pH-നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ അതിൻ്റെ അകത്തുള്ള H+ന്റെ കോൺസെൻട്രേഷൻ അതിനകത്ത്, അല്ലെങ്കിൽ OH- ആണോ കൂടുതൽ, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് ആ pH-ന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ pH എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് ആരാന്നറിയാമോ? സോറൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. സോറൻസൺ എന്ന് പറഞ്ഞ ഒരു ബയോകെമിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ബൊട്ടാണിസ്റ്റ് ആൻഡ് ബയോകെമിസ്റ്റ് ആയിരുന്നു ആള്. പുള്ളിക്കാരനാണ് നമ്മളെ, അതായത് വാട്ടർ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമ്മുടെ ആസിഡും ബേസും ഏറ്റവും, അതായത് നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ആസിഡുകളൊക്കെ ഇവിടെ സോൾബിൾ ആണ്, നമ്മുടെ വാട്ടറിൽ സോലിബിൾ. അതുപോലെ മിക്കവാറുള്ള ബേസുകൾ, കുറെ ബേസുകൾ സോലിബിൾ അല്ല എങ്കിലും മിക്കവാറുള്ള ബേസുകൾ വാട്ടറിൽ സോലിബിൾ ആണ് അല്ലെ. ഹൈഡ്രോക്സൈഡുകളെല്ലാം വാട്ടറിൽ സോലിബിൾ ആണ്. അപ്പൊ നമ്മൾ വാട്ടറിനെയാണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ വാട്ടറിനെ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് pH-ന്റെ വാല്യൂ 0 മുതൽ 14 വരെ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, 0 മുതൽ 14 വരെ. അതായത് നമ്മൾ വാട്ടർ ആണ് നമ്മൾ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് 0 to 14 എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ. അല്ലാതെ pH-ന്റെ റേഞ്ച് 0 മുതൽ 14 വരെ ആണെന്നല്ല, അതൊരു മിഥ്യാധാരണയാണ്. നമുക്ക് ആക്ച്വലി ഇങ്ങനെ അത് വെള്ളം എടുക്കുന്നത് കൊണ്ടിട്ടാണ് 0 മുതൽ 14. വെള്ളമല്ലാതെ നമ്മളിപ്പോ ഒരു അമോണിയ സൊല്യൂഷനോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഒരുപാട് സൊല്യൂഷൻസുകളുണ്ട്, ബോറോൺ ട്രൈഫ്ലൂർ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ വേറെ സോൾവെന്റിൽ എടുക്കുവാണെങ്കിൽ pH-ന്റെ റേഞ്ചുകൾ മാറും. അപ്പൊ വെള്ളം ബേസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് pH-ന്റെ റേഞ്ച് 0 to 14 വരുന്നത്. അതിന് പഠിക്കേണ്ട കാര്യം എന്താണ്? 0 മുതൽ
7 താഴെ, അതായത് 0 to 7 താഴെ വരെ, തൊട്ട് മുന്നേ വരെ എന്ത് സൊല്യൂഷൻ ആയിരിക്കും? അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും അല്ലെ. അതുപോലെ 7 ആണെങ്കിൽ അത് എന്തായിരിക്കും? ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ദെൻ 7-നും 14-നും ഇടയിലാണെങ്കിൽ അത് എന്തായിരിക്കും? അതായത് 14 ഉൾപ്പെടെ, 7 അല്ലാതെ 14 ഉൾപ്പെടെയുള്ള വാല്യൂ വരുന്നെങ്കിൽ അതെന്തായിരിക്കും? ബേസിക് സൊല്യൂഷനും ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്, 7 താഴെയാണെങ്കിൽ ആസിഡ് ആണ്, 7 കൂടുതലാണെങ്കിൽ അത് ബേസ് ആണ്. അവിടെ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ എഴുതാം. അതായത് ഇപ്പോ 0 മുതൽ 14 എന്ന് പറഞ്ഞല്ലോ. അതായത് അവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെ എഴുതാം. എപ്പോഴും 10ന്റെ പവർ, pH എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കോൺസെൻട്രേഷനെ 10ന്റെ പവർ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 10⁻0 മുതൽ 10⁻14 വരെയാണ് കോൺസെൻട്രേഷനിൽ മാറ്റം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 0 to 14 വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് 0 to 14 വന്നു എന്ന് പറയാം. കാരണം നമ്മുടെ ഇക്വേഷൻ, pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ is -log H+ ആണ്. -log കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, അതേപോലെ POH, ഈ രണ്ടും പഠിക്കണം കേട്ടോ. നിങ്ങൾ ഒരെണ്ണം മാത്രമായിട്ട് പഠിക്കരുത്, ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുക. POH is equal to -log കോൺസെൻട്രേഷൻ ഓഫ് OH. മനസ്സിലായോ? PHും POHും കണ്ടുപിടിക്കാനാണ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ. അതാണെങ്കിൽ PH വരും, അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺ ആണെങ്കിൽ അത് POH വരും. ഇക്വേഷൻ ഓർത്തിരിക്കുമല്ലോ. ഓക്കെ, അത് കൂടാതെ നമ്മളൊരു റിലേഷനും കൂടി പഠിക്കുന്നുണ്ട്. നമുക്ക് KWന്റെ വാല്യൂ അറിയാം അല്ലെ. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 10⁻14 ആണ്. ഇതിനെ ഞാൻ pKw എടുക്കുവാണേ. pKw is equal to -log of KW ആണ്. നമ്മൾ നേരത്തെ pH is equal to -log H+ എന്ന് എഴുതിയില്ലേ. അതുപോലെ pKw എന്ന് പറഞ്ഞാൽ -log KW എന്ന് എഴുതാം. നമുക്ക് KWന്റെ വാല്യൂ ഉണ്ട്, എന്താണ്? 10⁻14 എന്ന് എഴുതാം അല്ലേ. ഇപ്പൊ നമുക്കൊരു റിസൾട്ട് ഉണ്ട്, അറിയാമോ? log of x⁻a is equal to a into log x എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. സിമ്പിൾ റിലേഷൻ ആണ്. അതായത് പവേഴ്സ്, ലോഗിന് എന്തെങ്കിലും പവേഴ്സ് വരുന്നെങ്കിൽ നമുക്ക് അതിനെ കോഎഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു എന്താണ് ലോഗ് -10⁻14 എനിക്ക് എങ്ങനെ എഴുതാം? ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതിന്റെ കൂടെ എക്സ് ഇവിടെ പവർ ആയിട്ട് വരുന്ന ആരാണ്? -14 ഇൻറ്റു ലോഗ് 10. ലോഗ് 10 എത്രയാണ്? ലോഗ് 10 എത്രയാണ്? ലോഗ് 10 ഇസ് 1 ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ പഠിച്ചേക്കുക. ലോഗ് 10 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അതുപോലെ ലോഗ് 1 എന്ന് പറഞ്ഞാൽ അത് 0യുമാണ്. അത് ഓർത്ത് വെച്ചോണേ. വാല്യൂസ് സിമ്പിൾ ആയിട്ട് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി, +14 × 1 ദാറ്റ് ഈസ് 14. അപ്പൊ pKwന്റെ വാല്യൂ നമുക്ക് കിട്ടി, എന്താണ്? 14 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് KW is equal to H3O+ × OH- അല്ലേ. അപ്പൊ pKw നമുക്ക് എങ്ങനെ എഴുതാം? pKw is equal to എങ്ങനെ എഴുതാം? PH പ്ലസ്, അതായത് ലോഗ് ഇടുവല്ലേ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. KW എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ × OH- ആണ്. അപ്പോൾ ഞാൻ -log KW ഇടുവാണേ. -log KW, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് വരുവാണ്. രണ്ട് സൈഡിലും -log കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും -log that is concentration of H3O+ plus into -log concentration of OH-. ഇതെന്താണ്? -log കോൺസെൻട്രേഷൻ എന്താണ്? that is pH പ്ലസ് -log കോൺസെൻട്രേഷൻ ഓഫ് OH- എന്താണ്? that is POH. അപ്പൊ ഈ റിലേഷൻ പഠിക്കുക. that is pKw is equal to pH plus POH, അല്ലെങ്കിൽ pHും POHും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 14 കിട്ടണം. അപ്പൊ pH, നമുക്കൊരു സൊല്യൂഷന്റെ pH അറിയാമെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ POH നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിക്കുക. ഈ pH കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ, POH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ടും സെയിം ആണ്. അതുപോലെ pH plus POH is equal to 14 ആണ്. ഓക്കെ അല്ലേ? pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, calculate the pH of 0.01 molar solution of NaOH. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോണം.
NaOH സൊല്യൂഷന്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. NaOHന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി മീൻസ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് NaOH ആണ്. NaOH എങ്ങനെയാണ് ഡിസോസ് Na+OH-, അതായത് ഇവിടെ നമുക്ക് Na+OH- പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ NaOH നമുക്ക് pHനെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. NaOH നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റൂ? POH കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.01. ഓക്കെ. അപ്പൊ ഈ OH എങ്ങനെ കണ്ടുപിടിക്കാം? -log കോൺസെൻട്രേഷൻ ഓഫ് OH-. അതായത് NaOHന്റെ അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് OH-. ഇപ്പൊ -log കോൺസെൻട്രേഷൻ ഓഫ് 0.01 എനിക്ക് എങ്ങനെ എഴുതാം? 10⁻² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 10⁻². ഇപ്പൊ എങ്ങനെ വരും? മൈനസ് ഓൾറെഡി ഉണ്ട്. ദെൻ -2 × log 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. therefore POH എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ POH 2 എന്ന് കിട്ടിയാല് ഈ സൊല്യൂഷന്റെ pH എത്രയായിരിക്കും? വി ഹാവ് POH plus pH is equal to 14. അല്ലേ? POH തന്നിട്ടുണ്ട്. therefore pH is equal to 14 minus POH, which is equal to 14 minus 2, that is 12. അപ്പൊ ഒന്ന് ആലോചിച്ചേ, നമുക്ക് 7 അതായത് 8 മുതൽ 14 വരെ എന്താണ്? ബേസിക് സൊല്യൂഷൻ ആണല്ലേ. അതിലെ ഇപ്പൊ നമുക്ക് 12 pHന്റെ വാല്യൂ 12 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഹൈലി ബേസിക് അല്ലെ, സ്ട്രോങ് ആൽക്കലി ആണ് NaOH എന്ന്. അതുകൊണ്ടാണ് നമുക്ക് pH അതായത് 0.01 മോളാർ NaOH എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതൊരു സ്ട്രോങ് ബേസ് ആണ്. അതാണ് നമുക്ക് pHന്റെ വാല്യൂ 12 എന്ന് കിട്ടിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, ഏതാണ് തന്നിരിക്കുന്നത് നോക്കണം. ഇപ്പം ഓക്കെ, സപ്പോസ് 0.01 മോളാർ HCl തന്നിരിക്കുന്നെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാം. pH is equal to -log H+ ചെയ്താൽ മതി. കാരണം 0.01 എന്ന് പറഞ്ഞാൽ H+ന്റെ ആണ്. അപ്പൊ അവിടെ നമുക്ക് pH 2 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് pH ഓഫ് ഒരു ബേസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ് ആണെങ്കിൽ നമുക്ക് അവിടെ POH കിട്ടത്തുള്ളൂ. POH കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ pHലേക്ക് കൺവേർട്ട് ചെയ്തോണം. ഓക്കെ ആണോ? ഈ പ്രോബ്ലം മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ, ഒന്ന് അറ്റൻഡ് ചെയ്തേ. A solution with a pH of 10 is how many times more alkaline than a solution of pH 8? നമ്മുടെ കയ്യിലൊരു സൊല്യൂഷൻ pH 10 ഉള്ള സൊല്യൂഷൻ ഉണ്ട്, pH 8 ഉള്ള സൊല്യൂഷനും ഉണ്ട്. pH 10 എന്ന് പറഞ്ഞാൽ pH 8-നേക്കാൾ എത്രത്തോളം ആൽക്കലൈനിറ്റി കൂടുതലാണ്? ഒന്ന് കണ്ടുപിടിച്ച് നോക്കാമോ? ആൻസർ ഏത് വരും എന്നുള്ളത്? ഓക്കെ, നമ്മളിപ്പോ ഒരു സൊല്യൂഷനെ ആൽക്കലൈൻ ക്യാരക്ടർ ആണോ കൂടുതൽ? കറക്റ്റ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ ആൽക്കലൈനിറ്റി ആണ്, ആൽക്കലൈൻ നേച്ചർ ആണോ അല്ലെങ്കിൽ അതിന് ആസിഡിക് നേച്ചർ ആണോ അല്ലെങ്കിൽ എത്ര മടങ്ങ് എന്ന് പറയും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, കോൺസെൻട്രേഷനുകളല്ല നമ്മൾ 10ന്റെ പവേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 10ന്റെ ടൈംസ് 10 ടൈം, അതായത് 10ന്റെ പവേഴ്സ് ആയിരിക്കും ടൈംസ് ആയിട്ട്. അപ്പൊ നമുക്ക് 2, 3 അങ്ങനത്തെ നമ്പേഴ്സ് വരില്ല. 10ന്റെ പവേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നോക്കിക്കേ, pH is equal to 10 ആണെങ്കിൽ അവിടെ നമുക്ക് H+ന്റെ കോൺസെൻട്രേഷൻ എന്തെന്ന് കിട്ടും? H+ is equal to 10⁻⁻10 ആണ് അല്ലേ. അതേപോലെ pH is equal to 8 എന്ന് പറഞ്ഞാല് എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് H+ന്റെ കോൺസെൻട്രേഷൻ 10⁻8 ആണ്. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത് കോൺസെൻട്രേഷൻ. നമ്മൾ ആ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയല്ലേ വാല്യൂസ് വരുന്നത്. നോക്കിക്കേ, ഇനി നമുക്കറിയാം മോർ ആൽക്കലൈൻ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. മോർ ആൽക്കലൈൻ ആകുമ്പോൾ pH കൂടുതലായിരിക്കും. pH കൂടിയ ആളാണ് മോർ ആൽക്കലൈൻ. അതായത് ഇവിടെ 10 തന്നെയാണ് മോർ ആൽക്കലൈൻ ആയിട്ടുള്ളത്. എത്ര കൂടുതലാണ്? ഇപ്പൊ 10⁻⁻8ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ മതി. അതായത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁸ കിട്ടത്തില്ലേ? അതായത് നമ്മുടെ pH 10 ഉള്ള ആളിന് H+ന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. ദാറ്റ് മീൻസ് അതിനകത്ത് OH- കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ വരുന്നത്. അത് pH 8-നേക്കാളും 100 ടൈംസ് മോർ ആയിരിക്കും. അത് നമ്മൾ ഈ pH തന്നിട്ടേ, അതായത് നമ്മൾ കോൺസെൻട്രേഷനിലേക്ക് 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കുക. ഇവർ തമ്മിലുള്ള ഈ രണ്ട് വാല്യൂസ് നമ്മൾ റിലേഷൻ നോക്കുക. ഓക്കെ, തിരിച്ച് മോർ അസിഡിക് ഏതാന്ന് ചോദിച്ചാല് 1/100 ടൈംസ് എന്ന് വരും അല്ലെ തിരിച്ചപ്പോ. pH 8 ഉള്ള വാല്യൂ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി അസിഡിക് ആയിട്ടുള്ളത്.
അത് നോക്കിക്കോണം. ഏതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അസിഡിറ്റി ആണോ അതോ ബേസിസിറ്റി ആണോ എന്നുള്ളത് നോക്കുക. ദെൻ അവർ തമ്മിലുള്ള റിലേഷൻ നോക്കുക. എപ്പോഴും pH തന്നാൽ അതിനെ നേരെ കോൺസെൻട്രേഷൻ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നമ്മൾ ആ റിലേഷൻ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. കാരണം ഒരു സൊല്യൂഷൻ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറഞ്ഞാൽ അതിലെ H+ന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിലെ OH- കോൺസെൻട്രേഷൻ. അപ്പൊ pHനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, കോൺസെൻട്രേഷൻ കൺവേർട്ട് ചെയ്യുക. ദെൻ ആ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ നോക്കുക. അതിന്റെ ആ റിലേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് കണ്ടുപിടിച്ച് വാട്ട് ഈസ് ദി pH വാല്യൂ ഓഫ് ദി സൊല്യൂഷൻ വിത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ 10⁻³ എത്ര വരും pHന്റെ വാല്യൂ? യെസ്, 3 ആണ്. ഇത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. നമുക്ക് HCl തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്, pH തന്നിട്ടുണ്ട്, H+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. therefore മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ, അതായത് 10⁻³ ആണ്. അതിന്റെ ആൻസർ എത്ര വരും? 3 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ pH ഓക്കെ ആണല്ലോ. pH തന്നാല് അല്ലെങ്കിൽ POH തന്നാൽ അതിലെ pH കണ്ടുപിടിക്കാനും, pH തന്നാൽ POH കണ്ടുപിടിക്കാനും ഇനി ചെയ്യുമല്ലോ പ്രോബ്ലംസുകൾ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇപ്പോ നമ്മള് ഒരു സബ്സ്റ്റൻസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന സബ്സ്റ്റന്റ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലെ. pH ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ pH ഡിറ്റർമിൻ ചെയ്യാതെ തന്നെ നമുക്ക് നമുക്ക് വേറെ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം അല്ലെ, ഇൻഡിക്കേറ്റേഴ്സുകൾ യൂസ് ചെയ്യാം. അതുപോലെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ട്. ഞാൻ പിക്ചർ കാണിക്കാം. ഇതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. അപ്പൊ ആ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, ആ പേപ്പർ, നമുക്കൊരു പേപ്പറാണ്. ആ പേപ്പർ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സൊല്യൂഷനകത്തേക്ക് ഇടുവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ലിറ്റ്മസ് പേപ്പറിന്റെ ഉപയോഗം എന്താണ്? ലിറ്റ്മസ് പേപ്പർ ആസിഡും ബേസും ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ. ആസിഡിലാണെങ്കിൽ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലായിരിക്കും, ബേസ് ആണെങ്കിൽ അത് ബ്ലൂ കളറിലായിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മള് HCl അസിറ്റിക് ആസിഡും എടുത്തിരിക്കുന്നു. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാൽ നമുക്ക് അതിൽ ആരാ സ്ട്രോങ് ആരാ വീക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അല്ലാതെ അതിൽ ആര് സ്ട്രോങ് ആര് വീക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞത്. ഈ ഒരു പേപ്പർ നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു പിങ്ക് കളറാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആസിഡിലേക്കുള്ള ചേഞ്ച് നമുക്ക് 7ൽ നിന്നും 0യിലേക്ക് പോകുമ്പോഴല്ലേ ആസിഡ്, അതായത് pH കുറയുമ്പോഴാണ് നമുക്ക് ആസിഡിക് സ്ട്രെങ്ത് കൂടുന്നത് അല്ലെ. അതായത് ആസിഡിലേക്ക് പോകുമ്പോൾ കളർ റെഡിഷ് കളറിലേക്ക് മാറുന്നു അല്ലെ. റെഡിന്റെ പല വെറൈറ്റീസിലേക്ക് മാറുന്നു. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ ആണ്, ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ന്യൂട്രൽ. ഓക്കെ, ദെൻ ഈ ബേസിലേക്ക് പോകുമ്പോഴോ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ, ഇൻഡിഗോ പർപ്പിൾ, ആ വയലറ്റ് കളറിലേക്കുള്ള ഒരു ചേഞ്ച്, അതായിരിക്കും എന്ത് ബേസിന്റെ ആ ഒരു കളർ. അപ്പോൾ ഇപ്പൊ ഞാൻ എടുത്തിട്ടിരിക്കുന്ന എന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ബ്ലൂ കളറാണ്, ജസ്റ്റ് ഒരു ബ്ലൂ. ആ ബ്ലൂ ആണെങ്കിൽ എന്താണ് അത്? വീക്ക് ബേസ് ആണ്. മനസ്സിലായോ? അത് വീക്ക് ബേസ്, അതായത് 10 ആ ഒരു വാല്യൂ വരുന്നതെങ്കിൽ അതെന്താണ്? അതൊരു വീക്ക് ബേസ്. അതായത് 8, 9 വാല്യൂസ് ഒക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ എന്തായിരിക്കും? അത് വീക്ക് ബേസ് ആണ്. ഇനി പർപ്പിൾ കളറാണ് കിട്ടുന്നതെങ്കിലോ അല്ലെങ്കിൽ വയലറ്റ് കളറാണ് കിട്ടുന്നതെങ്കിലോ അതൊരു സ്ട്രോങ് ബേസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കിട്ടുന്നതെങ്കിലോ അത് വീക്ക് ആസിഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ 0 to 14 വരെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് കളേഴ്സും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ റെഡിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മള് വിബ്ജിയോർ നോക്കുമ്പോഴത്തേക്കിനും നടുക്കിടക്കുന്ന കളർ ഗ്രീൻ അല്ലേ. അപ്പൊ ഗ്രീൻ ആണ് ന്യൂട്രൽ വരുന്നത്. ഗ്രീനിൽ നിന്ന് റെഡിലേക്കുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് അസിഡിക് സൊല്യൂഷനിലേക്കുള്ള ചേഞ്ച് ആണ്. ഗ്രീനിൽ നിന്നും പർപ്പിൾ, ഇൻഡിഗോ അല്ലെ, വയലറ്റ് ഇൻഡിഗോ, ആ ഒരു വയലറ്റിലേക്കുള്ള ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് ബേസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം. ന്യൂട്രൽ ആണോ, സ്ട്രോങ് ആസിഡ് ആണോ, വീക്ക് ആസിഡ് ആണോ, അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് ആണോ, വീക്ക് ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ അതാ ജസ്റ്റ് ആ കളേഴ്സിന്റെ പൊസിഷൻ നോക്കിയിരുന്നാൽ മതി. കളേഴ്സിന്റെ പൊസിഷൻ കറക്റ്റ് ഇപ്പൊ ഈ പിങ്ക് 0, റെഡ് 1 അങ്ങനെ പഠിക്കണ്ട. പക്ഷെ കളേഴ്സിന്റെ പൊസിഷൻ നോക്കുക. അവർ വീക്ക് ആസിഡ് വരുമോ, സ്ട്രോങ് ആസിഡ് വരുമോ, അല്ലെങ്കിൽ വീക്ക് ബേസ് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ ആണോ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ്?
ദെൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കുറച്ച് കോമൺലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വണ്ണാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലിറ്റ്മസ് പേപ്പർ നമുക്ക് ആസിഡിനെയും ബേസിനെയും ഡിസ്റ്റിങ്വിഷ്, അതായത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അസിഡിറ്റി ബേസിസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും, ജസ്റ്റ് ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ പറ്റും. ദെൻ ദി ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ബ്ലൂ ടു റെഡ് ആണെങ്കിൽ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആണെന്ന് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് ബേസും ആയിരിക്കും. ഓക്കെ, ആ ഒരു കളർ ചേഞ്ച് പഠിച്ചിരിക്കുക. റെഡ് എപ്പോഴും ആസിഡ് ആണെന്ന് അങ്ങ് പഠിച്ചിരുന്നാൽ മതി. ബ്ലൂ എന്തായിരിക്കും? ബേസും ആയിരിക്കും. ഇനി അത് കൂടാതെ ഈ ലിറ്റ്മസ് പേപ്പർ കൂടാതെ നമ്മൾ അതർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ചില കുറച്ച് നമ്മുടെ നാച്ചുറൽ സബ്സ്റ്റൻസുകളുണ്ട്. അവരുടെ സ്മെല്ല് ഈ അസിഡിറ്റി ബേസിസിറ്റി അനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാനില, ഒനിയൻ, അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, റെഡ് ക്യാബേജ്, ഒരു പർപ്പിൾ കളർ ക്യാബേജ് ഒക്കെ ഇല്ലേ? ഒനിയൻ, വാനില പോലെയുള്ളത്. അവിടെ നമുക്ക് സ്മെല്ല് വാനിഷ്. ഓക്കെ, അറിയാലോ ഒനിയനും വാനിലയ്ക്ക് ഒരു പെർട്ടിക്കുലർ സ്മെല്ലുണ്ടല്ലോ. അത് അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഓക്കെ, ആ സ്മെല്ലിന് മാറ്റമില്ല. പക്ഷെ ബേസിക് മീഡിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഒനിയന്റെ സ്മെല്ല് പോകും. അതുപോലെ വാനില, അറിയാലോ വാനിലയുടെ മണം നിങ്ങൾക്ക് അറിയാലോ, വാനില എസൻസിന്റെ മണം. അത് അസിഡിക് മീഡിയത്തില് ഓക്കെ, ആ മണത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അതേസമയം ബേസിക് മീഡിയം ആകുമ്പോൾ ആ സ്മെല്ല് അങ്ങ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, സ്മെൽ വാനിഷ് ചെയ്യും. അത് ബേസിക് മീഡിയം. അപ്പൊ ഈ ചേഞ്ച് ഒന്ന് പഠിച്ചോണേ. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അവര് എന്താണ് ഓർഡർ വെച്ചിട്ട്, അതായത് ആസിഡിന്റെ ബേസിന്റെ പ്രസൻസിൽ അവരുടെ സ്മെല്ല് ചേഞ്ച് ചെയ്യും. ദെൻ സം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ടർമറിക്. നിങ്ങളൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഗേൾസ് ആണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇപ്പോ എന്തെങ്കിലും നമ്മളിപ്പോ അടുക്കളയിലൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി വീണ ഒരു ഉടുപ്പാണെങ്കിൽ നമ്മൾ അതിനെ കഴുകാൻ സോപ്പ് ഉപയോഗിക്കത്തില്ലേ? സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ മഞ്ഞപ്പൊടി വീണ ഭാഗം എല്ലാം റെഡായി മാറും. അതെന്തുകൊണ്ടാ? ടർമറിക് എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. സോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ടർമറിക് സോപ്പിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ഓക്കെ, അതായത് ആസിഡിക് മീഡിയത്തിൽ കളർ ചേഞ്ച് യെല്ലോ തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ബേസിക് മീഡിയം ആകുമ്പോൾ എന്ത് മാറും? അത് റെഡ് കളറിലേക്ക് മാറും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. എവിടെയെങ്കിലും ഒരു മഞ്ഞപ്പൊടിയുടെ കറ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഇടുമ്പോൾ ആ ഭാഗം റെഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത് എന്താണ് നമ്മുടെ നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് എക്സാമ്പിൾ ആണ്. ആസിഡിന്റെയും ബേസിന്റെയും പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. സോപ്പ് എന്താണ്? സോപ്പൊക്കെ ആൽക്കലി ആണ്. സോപ്പിനകത്ത് ആൽക്കലി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓക്കെ, റെഡ് ലിറ്റ്മസ്, ബ്ലൂ ലിറ്റ്മസ്, അവരുടെ കളർ ചേഞ്ച് നോക്കിക്കോണേ. റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ ആസിഡിൽ കളർ ചേഞ്ച് ഇല്ല, ബേസ് ആണെങ്കിൽ അത് ബ്ലൂ ആയിട്ട് മാറും. ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ ആസിഡിൽ അത് റെഡ് ആയിട്ട് മാറും. ടെർമറിക് ആണെങ്കിൽ ഒറിജിനൽ കളർ യെല്ലോ ആണ്. ദെൻ അത് ആസിഡിൽ നോ ചേഞ്ച്, കളർ യെല്ലോ ആയിട്ട് തന്നെ ഇരിക്കും. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ അത് റെഡ് കളർ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ചേഞ്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. എന്തായിട്ട് മാറും? അസിഡിക് മീഡിയത്തിൽ എന്ത് ചേഞ്ച് വരും, ബേസിക് മീഡിയത്തിൽ എന്ത് ചേഞ്ച് വരും എന്നുള്ള ആ ഒരു ചേഞ്ച് പഠിച്ചു വെച്ചേക്കും. ദെൻ റെഡ് ക്യാബേജ്, നമ്മൾ ഓക്കെ അറിയാലോ, കടയിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഒരു പർപ്പിൾ കളർ ക്യാബേജ് ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥ കളർ പർപ്പിൾ ആണ്. അസിഡിക് മീഡിയത്തിലാകുമ്പോൾ അത് റെഡിഷ് കളർ ആവും. ബേസിക് മീഡിയത്തിലാകുമ്പോൾ അത് ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലേക്ക് മാറും. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പൂ അറിയാമോ? ക്രൈസാന്തിമം എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഉണ്ടല്ലോ, ഈ പൂക്കുല പോലെ നിൽക്കുന്ന നല്ല കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണും. ഈ ക്രൈസാന്തിമം എന്ന് പറഞ്ഞ ആ ചെടി ഓരോ മണ്ണിലും ഓരോ കളർ ആയിരിക്കും. അത് മണ്ണിന്റെ pH അനുസരിച്ചാണ് ആ പൂവിന്റെ കളർ വരുന്നത്. അപ്പൊ നമുക്ക് തന്നെയും പല കളർ 10 മണി ചെടികളും അല്ലെ, 4 മണി ചെടികളും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു കളറുള്ള ചെടി നമ്മുടെ ഇവിടെ കൊണ്ടുവച്ച് ചിലപ്പോൾ ആ കളർ തന്നെ കിട്ടണം എന്നില്ല. ചില ചെടികള് അസിഡിറ്റി, ചില പൂവുകൾക്ക് അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ബേസിന്റെ പ്രസൻസിൽ അവർ കളർ ചേഞ്ച് വരും. അങ്ങനെയുള്ളൊരു പൂവാണ് ഈ ക്രൈസാന്തിമം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആസിഡിനെയും ബേസിനെയും അല്ലെങ്കിൽ ആ മണ്ണിലെ ആസിഡിറ്റി ബേസിസിറ്റി ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവര്. ഇവരൊക്കെ അപ്പൊ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അവരാണ്
ഫിനോഫ്തലിൻ ആൻഡ് മീത്തൈൽ ഓറഞ്ച്. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ സിലബസിൽ 2 എണ്ണം മാത്രം പഠിച്ചാൽ മതി. ഫിനോഫ്തലിനും മീത്തൈൽ ഓറഞ്ചും. ഈ കളർ ചേഞ്ച് പഠിച്ചോണേ. ഫിനോഫ്തലിൻ ഓക്കെ കളർലെസ് ആണ്, വെള്ളം പോലെ ഇരിക്കുന്നതാണ്. അത് ആസിഡിൽ കളർ ഒന്നുമില്ല. ബേസിക് മീഡിയത്തിലേക്ക് വരുമ്പോൾ അത് പിങ്ക് കളറിലേക്ക് വരും. ഓക്കെ, അതേപോലെ മീത്തൈൽ ഓറഞ്ച് ഓറഞ്ച് കളർ ആയിരുന്നു, അത് ആസിഡിൽ റെഡും ബേസിലാണെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ നേച്ചർ എങ്ങനെയാണ്, ഓക്കെ അവർ അസിഡിക് മീഡിയത്തിൽ എങ്ങനെയാണ്, ബേസിക് മീഡിയത്തിൽ എങ്ങനെയാണ്, ആ ഒരു ചേഞ്ച് പഠിച്ചിട്ട് എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്നത് ഈ ഫിനോഫ്തലിൻ ആൻഡ് മീത്തൈൽ ഓറഞ്ച്, ഇവരാണ് നമ്മുടെ അസിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. അവർ ആസിഡിൽ എങ്ങനെയാണ്, ബേസിൽ എങ്ങനെയാണ്, ആ ഒരു കളർ ചേഞ്ച് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.